പ്രിയരെ, സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്നാനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്നാനം കണ്ടെത്തുവാനായിട്ട് കഴിയും. അതായത് പ്രവാചകന്മാരുടെ വാക്കുകൾക്കനുസരിച്ച് സ്നാനം സ്വീകരിക്കുന്ന മനുഷ്യരെ, പിന്നീട് പുതിയ നിയമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നവരെ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രവുമല്ല, പഴയ നിയമത്തിൽ മനുഷ്യരുടെ പാപങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട് യാഗവസ്തുക്കൾ അർപ്പിക്കുമ്പോൾ അവിടെയും ഒരു കഴുകൽ ശുശ്രൂഷ നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ നാം പരിശോധിക്കുമ്പോൾ സ്നാനം എന്നുള്ളത് ഒഴിവാക്കുവാൻ പറ്റാത്ത ഒരു വ്യവസ്ഥയായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ നാം ഇവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത് പുതിയ നിയമത്തിൽ സ്നാനം എന്താണ്, സ്നാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അതിലെന്തെങ്കിലും ഒരു മർമ്മമുണ്ടോ, അതോ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു കൽപ്പന അനുസരിക്കുക എന്നുള്ളത് മാത്രമാണോ, ഇത്യാദി വിഷയങ്ങളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യമാണത്. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിൽ നിലനിൽക്കാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ, ഒരു കൂട്ടരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. ഇതെന്തിനാണെന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. ഇതൊരു കൽപ്പനയാണോ, ആ കൽപ്പനയിൽ ഉപരിയായിട്ട് അതിലെന്തെങ്കിലും മർമ്മം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉപമകളിലൂടെ കാര്യങ്ങൾ അറിയിച്ച കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉപമ കൂടാതെ അവിടുന്ന് ഒന്നും സംസാരിച്ചില്ല. ലോകസ്ഥാപനം മുതൽ ഗൂഢമായിരുന്നത് അവിടുന്ന് ഉപമകളിലൂടെ അത്രേ അറിയിച്ചത് എന്ന് 12-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നാനം എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ കാണുന്ന ഏകദേശം സംഭവങ്ങളെല്ലാം തന്നെയും ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ സംഭവങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും അവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു ഉപമ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴാണ് പത്രോസ്, കർത്താവിൻ്റെ അപ്പോസ്തലൻ, സ്നാനത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതെന്തിനാണ്? പാപങ്ങളുടെ മോചനത്തിനാണെന്നാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. ആദ്യം നമ്മൾ കേട്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ കാണിച്ചു തരുമ്പോൾ, രണ്ടാമത് നാം കേട്ടതിൽ സ്നാനം സ്വീകരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ സ്നാനത്തിൽ 2 കൂട്ടർ ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്ന് സ്നാനം കൊടുക്കുന്നവരും മറ്റൊന്ന് സ്നാനം സ്വീകരിക്കുന്നവരും. സ്നാനം കൊടുക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനം കൊടുക്കുന്നത്. എന്നാൽ അത് സ്വീകരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനം സ്വീകരിക്കുന്നത്. ഇത് യേശു കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമാണോ? ഒരിക്കലുമല്ല. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാം മനുഷ്യരുടെ ഒരു പ്രകൃതം ശ്രദ്ധിക്കുകയാണെങ്കിൽ മനുഷ്യരിൽ പാപം വസിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഈ പാപം എന്താണെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലേ അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു പാപപരിഹാരം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപം എന്നുള്ളത്
ഒരു യജമാനനാണെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അതായത് പാപപ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യർ ആരായിരുന്നാലും അവരെല്ലാം തന്നെയും പാപം എന്ന് പറയുന്ന ഒരു യജമാനന്റെ ദാസനാണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം, പഴയ നിയമത്തിന്റെ ചില സൂചനകളിൽ നിന്ന് പാപം എന്നുള്ളത് സാത്താനോ പിശാചോ എന്നൊക്കെ പേരെടുത്തിട്ടുള്ളവനാണെന്നും അവൻ മനുഷ്യരിൽ വസിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്രകാരം പാപം മൂലം അശുദ്ധരാക്കപ്പെട്ടിട്ടുള്ളവരാണ് മനുഷ്യർ. അവരുടെ പ്രവൃത്തികളെല്ലാം തന്നെയും, അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ 33 ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവിടുന്ന് ഗ്രഹിക്കുന്നു. ദൈവം തന്നെയാണ് ഇപ്രകാരമുള്ള ഹൃദയമുള്ള മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. യേശു കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തില്: മൂഢന്മാരെ, നിങ്ങളുടെ പുറം ഉണ്ടാക്കിയവനല്ലയോ നിങ്ങളുടെ അകവും ഉണ്ടാക്കിയത്? അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് സകലവും ശുദ്ധമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അകത്തുള്ളത് എന്താണ്? അത് മലിനമാക്കപ്പെട്ട ഒരു ഹൃദയമാണ്. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമാക്കപ്പെട്ട ഉറവിനും സമം. അപ്പൊ മലിനമാക്കപ്പെട്ട ഉറവെന്ന് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് മനുഷ്യ ഹൃദയത്തെയാണ്. യേശു കർത്താവ് അത് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറപ്പെട്ടു വന്ന് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം അശുദ്ധൻ എന്ന് പേരെടുത്തിട്ടുള്ള ഒരു ജീവിയാണ് ബൈബിളിൽ കാണുന്ന മനുഷ്യൻ. ഇനി നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, യേശു കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധ ദാസനായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധി എന്ന പദം അത് ദൈവത്തിന് മാത്രമേ യോജിക്കുകയുള്ളൂ. ബൈബിളിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. യേശു കർത്താവിന് മാത്രമാണ് പരിശുദ്ധ ദാസൻ എന്ന് പേർ കൊടുത്തിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. ഇപ്രകാരം പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിൻ്റെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ, സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ, അവിടുന്ന് പാപം ഇല്ലാത്തവനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരിൽ പാപം വസിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൽ പാപം ഇല്ല. ഇനി യേശുക്രിസ്തു പാപം അറിയാത്തവനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റൊരിടത്ത് യേശുക്രിസ്തു പാപം ഒന്നും ചെയ്തിട്ടില്ല എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ പാപവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പൂർണ്ണതയുള്ള, പാപത്തോട് സമരസപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇനി മനുഷ്യരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യരിൽ എല്ലാവരിലും പാപം വസിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് അത് പറയുന്നുണ്ട്: ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നതോ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എല്ലാ മനുഷ്യരിലും ഇത്തരത്തിലൊരു പ്രകൃതമുണ്ടെന്ന് അപ്പോസ്തലൻ പൗലോസ് തന്നെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ട് കാണിച്ചു തരികയാണ്. എല്ലാ മനുഷ്യരിലും നിയമം അനുസരിക്കാൻ കഴിയാത്ത ഒരു ബലഹീനത മനുഷ്യരുടെ ജഡത്തിലുണ്ടെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. അതിനെ മനുഷ്യൻ്റെ ബലഹീനതയെന്നോ ജഡത്തിൻ്റെ ബലഹീനതയെന്നോ ഒക്കെ പറയാനായിട്ട് കഴിയും. ഇപ്രകാരം മൊത്തത്തിൽ ബലഹീനനാക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്രകാരമുള്ള ഈ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കുക സാധ്യമല്ല. കാരണം ഏദനിൽ വെച്ച് കൽപ്പന ലംഘിച്ച് അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ജീവനുള്ള ദേഹി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം മനുഷ്യരെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. സകലവും അവിടുന്ന് അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും അവിടുന്ന് ആദിയോടന്തം ചെയ്യുന്നത് ഗ്രഹിക്കുവാൻ മനുഷ്യർക്ക് കഴിവില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിത്യത വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിത്യത പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് കഴിവില്ല. അപ്പോൾ ഈ കഴിവ് യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ നിയോഗം അല്ലെങ്കിൽ ആ അധികാരം ലഭിക്കുന്നത്. അപ്പോൾ ഈ പാപം മനുഷ്യരിൽ കിടക്കുന്നതുകൊണ്ട് യേശുക്രിസ്തുവുമായിട്ട് ഒരിക്കലും ചേർന്നു പോകുവാനായിട്ട് കഴിയില്ല. കാരണം യേശുക്രിസ്തു പരിശുദ്ധ ദാസനാണ്, മനുഷ്യനാകട്ടെ പാപിയുമാണ്. ഇത്തരത്തിലുള്ള പാപിയായ മനുഷ്യനെ തീർത്തും നീതീകരിച്ചുകൊണ്ട് മനുഷ്യനെ നീതിമാനാക്കി മാറ്റുന്നു. അപ്രകാരമുള്ള മനുഷ്യർക്കാണ് നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സ്നാനമാണ്. എന്നാൽ സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാപവും ആത്മാവും ഒരുമിച്ച് ചേർന്ന് വസിക്കുന്ന ഒരു ജീവിയാണ്. അതായത് ഏദൻ തോട്ടത്തിൽ വെച്ച് ജീവനുള്ള ദേഹി എന്ന് പേരെടുത്ത മനുഷ്യൻ കൽപ്പന ലംഘിക്കുന്നതിലൂടെ പാപത്തിൻ്റെ അടിമയായി മാറി, അല്ലെങ്കിൽ ജഡമായി മാറി. ജഡമായി മാറിയ മനുഷ്യരിൽ പാപവും ചേർന്ന് വസിക്കുന്നുണ്ട്.
അതായത് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നത് പോലെ പാപവും ആത്മാവും ഒരുമിച്ച് ചേർന്ന് വസിക്കുകയാണ് ഒരു മനുഷ്യനിൽ ചെയ്യുന്നത്. ഇപ്രകാരം പാപം ചേർന്ന് വസിക്കുന്നത് കൊണ്ട് ആ മനുഷ്യനെ നീതീകരിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഈ നീതീകരണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആത്മാവ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനാണ് യേശുക്രിസ്തു ക്രൂശ് മരണത്തിൽ സാക്ഷ്യം നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ് അവിടെ രണ്ട് അധർമ്മികളോടൊപ്പം യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ അതെ മനുഷ്യനിലെ പഴയ മനുഷ്യൻ, അതായത് ഏദനിൽ തോട്ടത്തിൽ വെച്ച് വഞ്ചിക്കപ്പെട്ട മനുഷ്യന് ദൈവം പറഞ്ഞതുപോലെ ഒരു ശിക്ഷ അവിടെ ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതെ, യേശുക്രിസ്തുവിനോടൊപ്പം പാപിയായ മനുഷ്യൻ, അല്ലെങ്കിൽ ജീവനുള്ള ദേഹി എന്ന് പേരെടുത്തിരുന്നവൻ, പാപം ചെയ്ത് ജീവനുള്ള ദേഹി എന്നുള്ള പേര് നഷ്ടപ്പെടുത്തിയവൻ ക്രിസ്തുവിനോടൊപ്പം മരണം അനുഭവിക്കുന്നു. അതിനെ പഴയ മനുഷ്യൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പഴയ മനുഷ്യൻ വസിക്കുന്ന ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പാപം വസിക്കുന്നത് കൊണ്ട് അത് ജഡശരീരം, അല്ലെങ്കിൽ രാഗമോഹങ്ങളുള്ള ശരീരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുതിയ മനുഷ്യത്വത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ പഴയ മനുഷ്യനെ അവൻ്റെ ജഡത്തോടുകൂടി അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടി ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. ഇപ്രകാരം ക്രൂശിൽ പഴയ മനുഷ്യനും പാപജഡവും ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഒരു പുതിയ മർമ്മത്തിലേക്ക് ദൈവം മനുഷ്യരെ കൊണ്ടുവരുന്നു. ഇപ്രകാരമുള്ള വിശ്വാസം സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ വിശ്വാസി എന്ന് പറയുന്നത്. അതായത് ഏതൊരു മനുഷ്യനും തൻ്റെ പാപപരിഹാരത്തിനായിട്ട് ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതു മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടുന്ന് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോൾ മനുഷ്യരെ പുതിയൊരു സ്ഥാനത്തേക്ക് വിശ്വാസത്തിലൂടെ ദൈവം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവൻ്റെ വിശ്വാസത്തിൽ അവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനാണെന്നും മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവനാണെന്നും ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ മനുഷ്യരായി മാറിയിരിക്കുന്നു എന്നുള്ള വിശ്വാസം അവന് ലഭിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ ഒരു ഓർമ്മയാണ്. ഇതാണ് വിശ്വാസം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകുന്നതിനാണ് ഇതൊക്കെയും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ മനുഷ്യൻ തീർത്തും നീതിമാനായി മാറുന്നു. ഇപ്രകാരം നീതീകരിക്കപ്പെട്ട മനുഷ്യരോടൊത്താണ് യേശു കർത്താവ് ജീവിക്കുവാനായിട്ട് പോകുന്നത്. അതെ, നമുക്കറിയാം, ആമോസ് എന്ന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പോൾ രണ്ടുപേര് ഒരുമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ യോജിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ക്രൂശിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ പാപിയായ മനുഷ്യനും പരിശുദ്ധനായ യേശുക്രിസ്തുവും മനുഷ്യൻ്റെ പാപപരിഹാരത്തോടു കൂടി യോജിപ്പിൽ എത്തുന്നു. അങ്ങനെ രണ്ടുപേരും ദൈവത്തിന് ജീവിക്കുന്നവരായിട്ട് മാറുന്നു. ഈ സംഭവത്തിൻ്റെ, അതായത് നമുക്കറിയാം അക്ഷരീയമായിട്ട് ഭൂമിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഈ സംഭവത്തെ അല്ലെങ്കിൽ ഈ സാക്ഷ്യത്തെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് സ്നാനം സ്വീകരിച്ചുകൊണ്ടാണ്. അതെ, ക്രിസ്തുവിനോടൊപ്പമുള്ള മരണത്തെ, അടക്കം ചെയ്യപ്പെടലിനെ, ഉയർത്തെഴുന്നേൽക്കലിനെ, ഈ 3 കാര്യങ്ങളെയും ഒരു സ്നാനം ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പാപിയായ മനുഷ്യൻ വെള്ളത്തിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് അടക്കം ചെയ്യപ്പെടുന്നു. അവൻ മുകളിലേക്ക് വരുമ്പോൾ അവൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ മനുഷ്യപ്രകൃതമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് രേഖപ്പെടുത്തുവാൻ ഇടയായിട്ടുള്ളത്. ഇങ്ങനെ സ്നാനത്തിലൂടെ ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള പ്രവേശനമാണ് വിശ്വസിക്കുന്ന മനുഷ്യർക്ക് തുറന്നു കിട്ടുന്നത്. ദൈവത്തിൻ്റെ കൃപ ലോകത്തിലെങ്ങും ദാനമായി എന്നും മനുഷ്യരുടെ മുകളിൽ ഇങ്ങനെ ചുരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ കൃപയുടെ കീഴിൽ നിൽക്കുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ വിശ്വസിച്ചു എങ്കിൽ മാത്രമേ അവർക്ക് നിത്യത അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതേ മനുഷ്യൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആശ പൂർത്തീകരിക്കപ്പെടുന്നതിന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാനായിട്ട് കഴിയും. കാരണം അതിന് ദൈവവിശ്വാസം ആവശ്യമായ ഒരു കാര്യമല്ല. കാരണം ദൈവത്തിൽ വിശ്വസിക്കാത്തവരും യുക്തിചിന്തകളോടെ ജീവിക്കുന്നവരും
നിരീശ്വരവാദികളും എല്ലാം ഈ ഭൂമിയിൽ ധനം സമ്പാദിച്ച് സമൃദ്ധിയിൽ ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ അവരുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള നിത്യതയുടെ ആശ പൂർത്തീകരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്രകാരം മനുഷ്യനെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിധത്തിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു മരണം വിശ്വാസത്താൽ അനുഭവിച്ചുകൊണ്ട് പാപമോചിതരാകുവാൻ ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കടന്നു വന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം സ്വീകരിക്കാവുന്നതാണ്. ഇനി എപ്രകാരമാണ് പാപമോചനം ലഭിക്കുന്നതെന്നും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പാപബന്ധിതനായ ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: നാം ഇനി പാപത്തിന് അടിമയാകാതിരിക്കുവാൻ നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പാപമോചനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു മരണം വിശ്വാസത്താൽ അനുഭവിച്ച് അത് നേടുക എന്നുള്ളതാണ്. അത് മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കാണണം. ഇപ്രകാരം വിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട്, അതിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയായിട്ടാണ് മനുഷ്യർ സ്നാനം സ്വീകരിക്കുന്നത്. ഈ സ്നാനം എല്ലാ മനുഷ്യർക്കും നിർബന്ധമാണ്. കാരണം യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പാപത്തിന് കീഴിലാണ് ദൈവത്തിൻ്റെ വചനം തെളിയിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും പാപത്തിന് കീഴിലാണ് ജീവിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം തെളിയിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും സ്നാനം ആവശ്യമാണ്. ഈ സ്നാനം സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ സുവിശേഷം മനുഷ്യവർഗത്തിനുള്ള പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ വിശ്വസിക്കുന്നവർ, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ നീതിമാന്മാരായി തീർന്നുകൊണ്ട് ആ നീതിയിൽ അവരെന്നും വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരിക്കും എന്നാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങൾക്ക് വെറുതെ ആകരുത്. അതെ, നിങ്ങൾ വിശ്വാസം നിങ്ങളെ നീതീകരിച്ചുവെങ്കിൽ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ വിശ്വാസം കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ നിർബന്ധിക്കുകയാണ്. അതിനായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ തിരിച്ചറിവ് ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ ജീവിച്ച് ക്രിസ്തുവിൻ്റെ സഭയോട് ചേരുവാൻ കർത്താവ് വരുമ്പോൾ നമ്മളിൽ വിശ്വാസം കാണപ്പെടട്ടെ. അതേ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഉള്ളവരാണ് 10 കന്യകമാരിൽ 5 പേർ. എന്നാൽ മറ്റ്5 പേർ അവരുടെ കാഴ്ചപ്പാടിൽ, അവരെ കാണുന്നതിൽ അവർ വിശ്വാസികളെ പോലെ ആയിരുന്നു. എങ്കിലും അവർ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാഞ്ഞതുകൊണ്ട് അവർക്ക് കർത്താവിനോടൊപ്പം പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ 5 പേർ കർത്താവിനോടൊപ്പം ആ മണിയറയിൽ പ്രവേശിച്ചതായും അതിന് കാരണമായത് അവരുടെ വിളക്കിലെ വെളിച്ചമാണെന്നും അത് വിളക്ക് കത്തുവാൻ തക്കവണ്ണം എണ്ണ കരുതിയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസം സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലൂടെ, അതാണ് കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതെ, വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിലായിരിക്കാം. കർത്താവ് വരുമ്പോൾ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ സഭയുടെ ഭാഗമായിട്ട് എടുക്കപ്പെടുവാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ. കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തവരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ കർത്താവിലേക്ക് കടന്നു വരുവാനും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു നിർബന്ധ നിയമമായിട്ട് സ്നാനം നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പകർന്നുകൊണ്ട് ഈ കൊച്ചു പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ പിന്മാറട്ടെ. ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ആമേൻ.